ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു ഇങ്ങനെ വന്നൊരു വീഡിയോ എടുത്താലോ. എപ്പോഴും വോയിസ് ഓവർ പിന്നെ സോങ് അതൊക്കെയല്ലേ കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ഒരു സമയമില്ലായ്മ കൊണ്ടും പിന്നെ ഒരു കോൺഫിഡൻസ് കുറവുകൊണ്ട് ഞാൻ പിന്നെ ചെയ്യാമെന്ന് മാറ്റി വെച്ചു. അപ്പോൾ ഇന്ന് എനിക്കൊരു സമയം കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ നമുക്ക് ആ വീഡിയോ ചെയ്യാമേ. അപ്പോൾ വലുതായിട്ടൊന്നും ഇല്ല, നമുക്ക് ചിക്കൻ ഒരു അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഇവിടെ കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ എടുത്തു, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ½ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതിനുള്ള. പിന്നെ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലോ. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് ചൂടാക്കി എടുക്കാൻ പോവാണേ. അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ആവട്ടെ ഒഴിക്കുന്നത്. ഞാൻ ഇവിടെ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. പിന്നെ കുറേ പേരിങ്ങനെ കളിയാക്കിയൊക്കെ ചെയ്യുമ്പോൾ എന്തോ ഒരു മനസ്സിന് ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറേ നാൾ കൊണ്ട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊക്കെ. പക്ഷേ വേണ്ടെന്ന് വിചാരിച്ചിരുന്നിട്ട് ഇപ്പോൾ വിചാരിച്ചു തുടങ്ങിയേക്കാണ്. അങ്ങനെ ഞാനിപ്പോൾ തുടങ്ങിയത് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താലോ. ഓരോന്നായിട്ട് പരത്തി നമുക്ക് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാമേ. ഇത് കുറച്ച് കടുകിടാം കേട്ടോ. ഞാൻ പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കാമേ. പിന്നെ വെളുത്തുള്ളി കുറച്ച് ഞാൻ ഏറെ എടുത്തിട്ടുണ്ട്. എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ചിക്കൻ്റെ കൂടെ നമുക്ക് വെളുത്തുള്ളി കുറച്ച് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പൊടിയൊക്കെ ആഡ് ചെയ്യാമേ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, അതെല്ലാം കൂടെ നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി, കായപ്പൊടി കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. നമ്മുടെ പൊടിയൊക്കെ കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള ചിക്കൻ എടുത്തിട്ടുള്ളൂ. ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കാൻ പോകുന്നതുകൊണ്ട് എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നെക്സ്റ്റ് ടൈം കുറച്ചുകൂടെ എടുത്തിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാമേ. ഉപ്പ് ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അധിക സമയം വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതുകൊണ്ട്. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വിനാഗിരി കൂടെ ഒഴിക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ചിക്കൻ അച്ചാർ ഇന്നിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ കുക്കിങ്ങും ടേസ്റ്റിങ്ങും എല്ലാം ഞാൻ മാത്രം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.